ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ബീഫ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇനി 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 ഉരുളക്കിഴങ്ങ്, 2-3 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് തേങ്ങാക്കൊത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഗ്യാസ് ഓണാക്കിയ ശേഷം നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഈ പൊടികളിട്ട് നല്ലതുപോലെ ഇളക്കിയൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ടുകൊടുക്കാം. പിന്നെ ഉപ്പിട്ടുകൊടുക്കാം, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വെക്കാം. ബീഫ് വേവുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, തക്കാളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ്, പുതിന, പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത്, പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഉരുളക്കിഴങ്ങും കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വീഡിയോയിൽ പെട്ടിട്ടില്ല. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി കൈകൊണ്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. 10 വിസലിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. ആവിയെല്ലാം പോയി വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വെക്കാം. 2 വിസിലിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം കുക്കറിലുള്ള കറി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് തിക്ക് ഗ്രേവി ആക്കി എടുക്കാം. നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.